ആരും ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് അങ്ങനെ ഒന്നും അല്ല ശരിക്കും. അങ്ങനെ അല്ലത്. അങ്ങനെ അത് പറഞ്ഞിട്ടാണ് അത് ശരിക്കും. എടാ എനിക്ക് എന്തേലും വാങ്ങിച്ചു തരും. ഒന്ന് പോയടാ. എടാ വിശന്നിട്ടാടാ. എന്താ എന്തോ പറയണ? രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഏരക്കല് പിശാശ്. അവന് വിശക്കണെന്ന്. നീ ഒരു സിഗരറ്റിൻ്റെ അടുത്തേ. എടാ അതവൻ്റെ മൈൻഡ് കട്ടായോണ്ടല്ലേ. മൈൻഡ് കെട്ടായെങ്കിലേ കുടുംബത്തിരിക്കണം, അല്ലാണ്ട് പുറത്തിറങ്ങി ബാക്കിയുള്ളവരെ മെനക്കെടുത്തരുത്. എന്തായി? എന്തേലും ഉണ്ടെങ്കിലേ എൻ്റെ അടുത്ത് പറഞ്ഞാ പോരെ. എപ്പോഴും നിന്നെ ബുദ്ധിമുട്ടിക്കണ എങ്ങനെയാന്ന് ഓർത്തിട്ടാടാ. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. നീയേ ഇപ്പം ഇത് കഴുകി ഞാനേ കടയിലേക്ക് അല്ലട്ടേട്ടാ. നിനക്കൊക്കെ വല്ല പ്രാന്തണ്ട. നീയാണ് അവനിങ്ങനെ വളം വെച്ച് കൊടുക്കണത്. എടാ പണ്ട് നമ്മളെ തോളത്ത് കെട്ടിടുന്ന കാലം ഉണ്ടായി. അത് നമ്മുടെ കൂടെ നടന്നവനാ ആയിരിക്കണേ. വേണോ? അവൻ്റെ ജീവിതത്തിൽ അവന് താങ്ങാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായി. അപ്പനൊക്കെ എല്ലാവർക്കും ഉണ്ടാ. എടാ അപ്പന് ഉണ്ടായണോ അത്രയും കാര്യമില്ല. അവരെ സ്നേഹിക്കണം. അവനവൻ്റെ അപ്പനെ അത്ര ഇഷ്ടമായിരുന്നു. പെട്ടെന്ന് പുള്ളി ഇല്ലാണ്ടായപ്പോഴാണ് അവൻ്റെ സമനില തെറ്റിയത്. എന്താടാ? എടാ പോക്കറ്റ് തപ്പിപ്പ കിട്ടിയതാ. ഇത് നീ പിടിച്ചോ. ഇതിന് തികയില്ലാന്നറിയാം. എന്നാലും നീ പിടിച്ചോ. പിന്നെ നീ പറഞ്ഞില്ലേ എനിക്ക് അപ്പനെ ഭയങ്കര ഇഷ്ടമായിരുന്നത്. സത്യ പുള്ളി എൻ്റെ ഉള്ളിന്നേ എന്ത് ചെയ്തിട്ടും പോണില്ലടാ. അപ്പ എന്തീ കാണിക്കണേ? ഇവിടെ ഇറങ്ങി ഞാൻ ചെയ്തോളാം. എടാ കുഴപ്പമില്ലടാ, അപ്പം ചെയ്തോളാ. നീ പോയിട്ട് ആ പാട്ടയും ബ്രഷൊക്കെ ഒന്ന് കരിയൊക്കെ നമുക്ക് വീട്ടിൽ പോകണ്ടടാ. എന്നാ എന്തെങ്കിലും കാണിക്കും. നോക്കി നിക്കട്ടാ. അപ്പാ 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 അപ്പാ.